ഇന്നും നാളെയുമായി ഇവിടെ നടക്കുന്ന EMSൻ്റെ ലോകം എന്ന ശീർഷകത്തിൽ ദേശീയ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ആദ്യം തന്നെ അറിയിക്കുക. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും EMSൻ്റെ ലോകമെന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളെല്ലാം സംസാരിക്കേണ്ടി വരിക. കുറേ കാര്യങ്ങൾ ഇവിടെ ബഹുമാന്യനായ അധ്യക്ഷൻ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇനി മുഖ്യ പ്രഭാഷണവും അനുസ്മരണവും രണ്ടും ഇവിടെ നടക്കാൻ ബാക്കിയാണ്. ഒരു സുദീർഘമായ പ്രസംഗത്തിലേക്ക് കടക്കാൻ അതുകൊണ്ട് തന്നെ പരിമിതിയുണ്ട് എന്ന് ഞാൻ ആദ്യം തന്നെ അറിയിക്കുക. EMSനെ നമ്മളിന്ന് കുറേ വർഷമായിട്ട് 10-21 വർഷം മരിച്ചതിന് ശേഷമുള്ള ഓരോ വർഷവും നമ്മൾ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ടും അല്ലാതെപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമായിട്ടും സഖാവ് EMSനെ ഓർക്കുകയും അറിയുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് EMSനെ EMS ആക്കി രൂപപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനം? EMSനേക്കാളും ബുദ്ധിയുള്ളവരില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, എഴുത്തുകാരില്ല എന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ഉണ്ടാവാം. EMSനേക്കാളൊക്കെ ബുദ്ധിയുള്ള, എഴുതാൻ കഴിവുള്ള, പ്രസംഗിക്കാൻ ശേഷിയുള്ള ആളുകളൊക്കെ ഉണ്ടാകും. പിന്നെ എന്തായിരുന്നു EMSും മറ്റ് ആളുകളും തമ്മിലുണ്ടായിരുന്ന മൗലികമായ വ്യത്യാസം? ഇതൊരു അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ദേശീയ സെമിനാറിൻ്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങാൻ ഉദ്ദേശിച്ചത്. വളരെ വ്യക്തമാണ് വ്യത്യാസം. സാമൂഹ്യ ജീവിതത്തിൻ്റെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തെ ഏത് ദിശയിലേക്കാണ് നയിക്കേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയാണ് EMSനെ EMS ആക്കിയത്. അതെവിടെ നിന്ന് തുടങ്ങുകയാണ്? വളരെ ചെറുപ്പത്തിലേ തുടങ്ങുകയാണ്. EMS വളരെ ചെറിയ 15 വയസ്സിന് മുമ്പേ EMS എഴുതി തുടങ്ങിയിട്ടുണ്ട്. 1909 ജനിച്ച് 12, 13, 11-ാമത്തെ വയസ്സ്, 12-ാമത്തെ വയസ്സ്, 13-ാമത്തെ വയസ്സ്, ഏതാണ്ട് 15-ാമത്തെ വയസ്സ് ആകുമ്പോഴേക്കും ഒരു ഇരുത്തം വന്ന് എഴുത്തുകാരനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഊഹിക്കാനോ? അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഘട്ടത്തിലാണ്. അമ്മയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള, ഹൃദയബന്ധമുള്ള ഒരാളായിരുന്നു EMS എന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ജനനം കൊണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഈ ജില്ലക്കാരനാണ്, മലപ്പുറം ജില്ലക്കാരനാണ് EMS. EMSൻ്റെ ഇല്ലവും EMSൻ്റെ ജീവിതവും ഒക്കെ ആരംഭിക്കുന്നത് ഈ ജില്ലയിൽ നിന്ന് തന്നെയാണ്. സഖാവ് EMS യഥാർത്ഥത്തിൽ തൻ്റെ ജീവിതത്തിൻ്റെ വഴി മാറ്റുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അതിശക്തമത്തായ ഒരു പോരാട്ട വീതിയിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ്. അങ്ങനെ കേവലമായി ഒരു സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാവാൻ, അതിൻ്റെ ഭാഗമാവാൻ അങ്ങോട്ട് പുറപ്പെട്ടത് മാത്രമല്ല, അപ്പോഴദ്ദേഹം തീരുമാനിച്ചു. അതായത് തൃശ്ശൂരിലെ സെൻറ് തോമസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് തൻ്റെ ഭാവി, സമൂഹത്തിൻ്റെ ഭാവി, രാഷ്ട്രത്തിൻ്റെ ഭാവി എന്താവും എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയിലെത്തിച്ചേർന്നു. രണ്ടാം നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അതിശക്തമത്തായ സമരത്തിൻ്റെ പോരാട്ടത്തിൻ്റെ വേദിയിലേക്ക് ഞാനിതാ കടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് EMS
വെറുതെ പ്രഖ്യാപിക്കുക മാത്രമല്ല, അതുവരെ യാഥാസ്ഥികമായിട്ട് കൊണ്ടു നടന്ന പൂർണ്ണൂൽ ഉൾപ്പെടെ പൊട്ടിച്ചെറിഞ്ഞത് ചുട്ടുകരിച്ച് യാഥാസ്ഥികർക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു. കോളേജ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ചിട്ട് സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് പോകുക, സമരത്തിൽ പങ്കെടുക്കുകയാണ്. ആ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു യാദൃശ്ചികമായി ഒരു സമരത്തിൽ പങ്കെടുക്കുന്നു എന്നല്ല, തൻ്റെ ജീവിതം മുഴുവൻ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക്, സമരങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കോളേജ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് പൂർണ്ണ സമയം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ EMS തീരുമാനിക്കുന്നത്. അതാണ് EMSൻ്റെ ഒരു തട്ടായിട്ട് വളർന്ന വളർച്ചയുടെ വികാസത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകം. സമർപ്പിതമാണ്, പിന്നത്തേക്കൊന്നും ബാക്കി വെക്കുന്നില്ല. അവിടെ നിന്ന് ആരംഭിച്ച് അദ്ദേഹം പുതിയ പുതിയ വഴികളാണ് തേടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസിൻ്റെ രണ്ടാം നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമര പോരാട്ടത്തിൽ അണിചേരാൻ കോളേജ് വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് മുഴുവൻ സമയ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ഇറങ്ങി. സ്വാഭാവികമായിട്ടും ആ ഘട്ടത്തിലാണ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് 1934. EMS